നമസ്കാരം കൂട്ടുകാരെ. ഒത്തിരി വ്യക്തികൾ നിരന്തരം പറയുന്നൊരു കംപ്ലൈൻ്റ് ആണ് അവരുടെ മൊബൈലിലെ ബാറ്ററി വേഗത്തിൽ തന്നെ ഇറങ്ങുന്നു, അതേപോലെ തന്നെ അവർക്ക് പെട്ടെന്ന് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നൊക്കെ. നമ്മുടെ മൊബൈൽ ബാറ്ററിയൊക്കെ നമുക്കറിയാം, നാം നെറ്റൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് വളരെ വേഗം തന്നെ നമ്മുടെ മൊബൈലിലെ ബാറ്ററി ചാർജ് കുറയും. അതുപോലെ തന്നെ നമ്മുടെ മൊബൈലിലേക്ക് ചാർജ് കയറ്റുമ്പോഴും കുറച്ച് ലാഗൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് സഹായമാകുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാനിന്ന് പരിചയപ്പെടുന്നത്. നിങ്ങൾക്കിത് വളരെയേറെ പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രയോജനപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോയുടെ വിവരണത്തോടൊപ്പം നൽകുന്ന ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ആയിരിക്കും കാണുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ഇപ്പോൾ എത്ര ശതമാനം ബാറ്ററി ചാർജ് ഉണ്ട് എന്നുള്ള ഇത് നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടൈം ലെഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. കീഴായിട്ട് നിങ്ങൾ നോക്കിയാൽ അറിയാം, നിങ്ങളുടെ മൊബൈൽ ചാർജ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങളുടെ ഇവിടെ ലഭിക്കുന്നത്. ഇപ്പോൾ 6-ാം തീയതി കഴിഞ്ഞ ദിവസം ഞാൻ ചാർജ് ചെയ്തിട്ടുള്ളത് 40 പോയിന്റ് ആയിരുന്നപ്പോൾ തുടങ്ങി, അടുത്ത് 80 പോയിന്റ് കഴിഞ്ഞു. തുടർന്ന് അത് വീണ്ടും ചാർജ് കുറഞ്ഞു, വീണ്ടും ഞാൻ ചാർജ് ചെയ്ത് 100 പോയിന്റ്. അങ്ങനെയുള്ള നാം എപ്പോഴൊക്കെ ചാർജ് ചെയ്തിട്ടുണ്ട്, എത്ര ചാർജ് വെച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള ലേഗ് അവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ 7-ാം തീയതി ഞാൻ ചാർജ് ചെയ്ത മെത്തേഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. തുടർന്ന് ഇവിടെ മുകളിലായിട്ട് നിങ്ങൾക്ക് ക്വിക്ക് ചാർജർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് നിങ്ങൾക്ക് ഇവിടെ കീഴായിട്ട് വൈഫൈ, അതുപോലെ തന്നെ നിങ്ങൾക്ക് വിവിധ ഐക്കണുകൾ, ബ്ലൂടൂത്തിൻ്റെ ഐക്കണ്, അതുപോലെ ഐക്കൺസ് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഐക്കൺസ് ഇവിടെ നിന്ന് ഓഫ് ചെയ്യുക, ആവശ്യമില്ലാത്തവ ഇവിടെ നിന്ന് ഓഫ് ചെയ്യുക. തുടർന്ന് ചാർജിലേക്ക് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ചാർജർ കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും, ഇപ്പോൾ എൻ്റെ മൊബൈൽ ചാർജിങ് കണക്ട് ആയിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജർ എന്നുള്ള ഓപ്ഷൻ ഇവിടെ എനേബിൾ ആയിരിക്കുകയാണ്. നോക്കാം, ഇപ്പോൾ ഇവിടെ ചാർജ് കയറുന്നുണ്ട്. അടുത്ത് നിങ്ങൾക്ക് ഫുൾ ചാർജ് ആകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. തുടർന്ന് സേവ് എന്നുള്ള മുകളിലത്തെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സൂപ്പർ സേവിംഗ് മോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ആദ്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. അതിന് പുറത്തായിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വൈഫൈ ഓഫ് ആയിരിക്കും, അതുപോലെ തന്നെ SMS ഓൺ ആയിരിക്കും, വൈബ്രേഷൻ ഓൺ ആയിരിക്കും, ബ്ലൂടൂത്ത് ഓഫ് ആയിരിക്കും, മൊബൈൽ ഡാറ്റ ഓഫ് ആയിരിക്കും, ബ്രൈറ്റ്നസ് 25% ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അടുത്തപോലെ നിങ്ങൾക്ക് 15 സെക്കൻഡ് ആകുമ്പോൾ എന്നുള്ള ഡീറ്റെയിൽ ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നിങ്ങളുടെ ചാർജ് നിലനിർത്തുവാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ ഒരു സൂപ്പർ സേവിംഗ് മോഡ് ആവശ്യമാണെങ്കിൽ നിങ്ങൾ സെറ്റ് നൽകുക, സെറ്റ് നൽകി എനേബിൾ ചെയ്ത് വയ്ക്കുക. തുടർന്ന് നിങ്ങൾക്ക് സ്ലീപ്പ് മോഡിൽ ആണെങ്കിലോ, നാം ചില സമയത്ത് ഉറങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ വൈഫൈയോ അല്ലെങ്കിൽ മൊബൈൽ ഡാറ്റാസൊക്കെ നാം ഓൺ ചെയ്തിട്ടിട്ടായിരിക്കും ഉറങ്ങുക. അത്തരത്തിൽ നാം ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ചാർജ് വളരെ വേഗം അതിനുവേണ്ടി ചിലവുന്നത് കൊണ്ട് വളരെ വേഗം ചാർജ് ഇറങ്ങുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നാം ഈ ഒരു സ്ലീപ്പ് മോഡ് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായി തന്നെ വൈഫൈ ഒക്കെ ഓഫ് ആവും, അതുപോലെ തന്നെ വൈബ്രേറ്റ്, ബ്ലൂടൂത്ത്, മൊബൈൽ ഡാറ്റ എല്ലാം ഓഫ് ആവും. അത് നമുക്ക് ആവശ്യമാണെങ്കിൽ അത് നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം, ഓൺ ചെയ്ത് വയ്ക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് മൈ മോഡ് എന്നുള്ള ഓപ്ഷനാണ് നാം സെറ്റ് ചെയ്താലോ. മൈ മോഡ് എന്നുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്താൽ ഇവിടെ നമുക്ക് വൈഫൈ ഓഫ് ആയിരിക്കും, ബ്ലൂടൂത്ത് നമുക്ക് ആവശ്യമായ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ വൈഫൈ ഓൺ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഓൺ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ബ്ലൂടൂത്ത് ആവശ്യമാണെങ്കിൽ ഓൺ ചെയ്യാം, അല്ലെങ്കിൽ ഓഫ് ചെയ്യാം. മൊബൈൽ ഡാറ്റ ആവശ്യമാണെങ്കിൽ ഓഫ് ചെയ്യാം, ഓൺ ചെയ്യാം. ബ്രൈറ്റ്നസ് നിങ്ങളുടെ ആവശ്യത്തിനൊത്ത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മ്യൂട്ട്, വൈബ്രേഷനൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനൊത്ത് സെറ്റ് ചെയ്യാം. സ്റ്റാൻഡ് ബൈ ടൈം 30 സെക്കൻഡാണ്. തുടർന്ന് സെറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമായത് ഏതാണോ അത് നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് വയ്ക്കുക. ഉറങ്ങുന്ന സമയത്താണെങ്കിൽ സ്ലീപ്പ് മോഡും, അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ചാർജ് നിങ്ങൾക്ക് കൂടുതൽ നിയന്ത്രിക്കണം. ഒരുപക്ഷെ നിങ്ങൾ ലോങ്ങിങ് യാത്രയൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ ചാർജ് നിങ്ങൾക്ക് കൂടുതൽ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൂപ്പർ സേവിംഗ് മോഡ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് മൈ മോഡ് സെലക്ട് ചെയ്യാം, നിങ്ങൾക്ക് ആവശ്യമായത് സെലക്ട് ചെയ്യാം. തുടർന്ന് മോണിറ്റർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര റാമിന് എത്രമാത്രം ചാർജ് ഇവിടെ ചിലവുന്നുള്ളൂ എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയാനില്ല, ബേസിക് ആയിട്ടുള്ള മെത്തേഡ് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് നിങ്ങൾക്ക് ചാർജ് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നൽകുന്ന നിർദ്ദേശങ്ങൾ കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ ചാർജ് നിയന്ത്രിക്കുവാനും വളരെ വേഗത്തിൽ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ചാർജ് കയറ്റുവാനും സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും നല്ല നല്ല അറിവുകളും നല്ല നല്ല ആപ്ലിക്കേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി. ഇത്തരം അറിവുകൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ സെർച്ച് ബാറിൽ സജി ക്രിയേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് എന്റെ പേജ് സെലക്ട് ചെയ്യുക. തുടർന്ന് ലൈക്ക് ചെയ്യുക. മുകളിലായിട്ട് കാണുന്ന ഈ 3 ഡോട്ട് പോർഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗത്ത് സൈഡിലായിട്ട് കാണുന്ന ആദ്യത്തെ 6 ഓപ്ഷനുകൾ എനേബിൾ ആണോ എന്ന്, നീല ടിക്ക് മാർക്ക് ഉള്ളതാണോ എന്ന്
ഉറപ്പുവരുത്തുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിരന്തരം ഞാൻ എന്റെ പേജിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ പോസ്റ്റുകളും തൽക്ഷണം തന്നെ നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും. മൊബൈൽ ടെക് പരമായതും മറ്റിതര വിഷയങ്ങളെ സംബന്ധിച്ച ഒത്തിരി അറിവുകൾ എന്റെ പേജ് വഴി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അറിവുകൾ തീർച്ചയായും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ ഒരു അറിവ് സ്വന്തമാകുന്നതിനു വേണ്ടി മറക്കാതെ ഷെയർ ചെയ്യുക. ഇതുവരെയും നിങ്ങൾ നൽകിയ പ്രോത്സാഹനത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് വീണ്ടും നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി.